ഇതാണ് പ്രിയമുള്ള മുജാഹിദ് സഹോദരന്മാർ മനസ്സിലാക്കേണ്ട വസ്തുത. അഥവാ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുവാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് എന്ന കാര്യം അവർ പ്രത്യേകമായി മനസ്സിലാക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്, അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ളത്. ഇനി ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ ചോദിക്കാറുള്ളത് ഇങ്ങനെയാണ്. അഥവാ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിൻ്റെ കൽപ്പനക്കെതിരെ അനുസരിച്ച് ഷിർക്കാണെങ്കിൽ എല്ലാ ഹറാമുകളും ഷിർക്കല്ലേ എന്നാണ് അവർ ചോദിക്കാറുള്ളത്. എല്ലാ ഹറാമും ഷിർക്കല്ലേ എന്നാണ് നമ്മുടെ മുജാഹിദ് സഹോദരന്മാർ ഇത് സംബന്ധമായുള്ള സന്ദർഭങ്ങളിൽ പലപ്പോഴും ചോദിക്കാറുള്ളത്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിലുള്ള സംഭവം? അക്കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മദ്യപാനം ഹറാമാണ്, പലിശ വാങ്ങൽ ഹറാമാണ്, കൈക്കൂലി വാങ്ങൽ ഹറാമാണ്. അഥവാ ഇത്തരം കാര്യങ്ങളെല്ലാം ഇസ്ലാമിൽ ഹറാമാണ്. എന്നാൽ ഇത് ഷിർക്കാവുന്ന സന്ദർഭമില്ലേ? ഉണ്ട്. എപ്പോഴാണ് ഷിർക്കാവുക? സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ്. അതെങ്ങനെ സമ്പാദിക്കണമെന്ന് തീരുമാനിക്കാൻ അധികാരാവകാശം അള്ളാഹുവിനാണ് എന്നതാണ് സാമ്പത്തിക രംഗത്തെ തൗഹീദിൻ്റെ അടിസ്ഥാനം. ഒന്നുകൂടി പറയാം, സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഉടനീളം മിമ്മാ റസഖ്നാക്കും എന്ന് പറഞ്ഞത്. അതുകൊണ്ട് മതിയാക്കാതെ ഒരിടത്ത് ഖുർആൻ പറഞ്ഞു, ആതൂഹും മിൻ മാലില്ലാഹി ലദീ ആതാക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ധനം അതിൻ്റെ അവകാശികൾക്ക് നൽകുക എന്ന്. അള്ളാഹുവിൻ്റെ ധനം എന്ന് പറഞ്ഞു, മാലില്ല, അള്ളാഹുവിൻ്റെ ധനം. അള്ളാഹു നമുക്ക് നൽകിയതാണ് ധനം. പക്ഷേ ധനത്തിൻ്റെ യഥാർത്ഥ ഉടമാവകാശി അള്ളാഹുവാണ്. അതെങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ സമ്പാദിക്കരുത്, എങ്ങനെ കൈവശം വെക്കണം, എങ്ങനെ കൈവശം വെക്കരുത്, എങ്ങനെ ചെലവഴിക്കണം, എങ്ങനെ ചെലവഴിക്കരുത് എന്ന് തീരുമാനിക്കാൻ അധികാരാവകാശം അള്ളാഹുവിന് മാത്രമാണ്. അതേസമയം ഒരാൾ വിശ്വസിക്കുന്നു സമ്പത്ത് എൻ്റെ ഭൗതിക കാര്യമാണ്, കച്ചവടവും കൃഷിയും ഉദ്യോഗവും എൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ കാര്യമാണ്, അതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടം പോലെ സമ്പാദിക്കും, ഇഷ്ടം പോലെ കൈവശം വെക്കും, ഇഷ്ടം പോലെ ചെലവഴിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണ്. അള്ളാഹുവിൻ്റെ അവകാശത്തിൽ പങ്കുചേർക്കലാണ്, നിയമനിർമ്മാണത്തിനുള്ള അള്ളാഹുവിൻ്റെ അധികാരത്തിൽ പങ്കുചേർക്കലാണ്. അതിനാൽ ഒരാൾ വിശ്വസിക്കുന്നു സമ്പത്ത് എൻ്റെ ദുനിയാവിൻ്റെ കാര്യമാണ്, ഭൗതിക ജീവിതത്തിൻ്റെ കാര്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അയാൾ പലിശ വാങ്ങിയാൽ അത് ഷിർക്കായി മാറുന്നു. ഒരാൾ സമ്പത്തിൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ കാര്യമാണ്, അതിൽ ഇസ്ലാം ഇടപെടേണ്ടതില്ല, ഖുർആനും പ്രവാചകനും ഇടപെടേണ്ടതില്ല, അതെൻ്റെ ദുനിയാവിൻ്റെ കാര്യമാണ്, ദീൻ അതിൽ ഇടപെടേണ്ടതില്ല എന്നൊരാൾ വിശ്വസിച്ചുകൊണ്ട് അയാൾ കൈക്കൂലി വാങ്ങിയാൽ അത് ഷിർക്കാണ്. ധനം എൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ കാര്യമാണ്, എനിക്കിഷ്ടം പോലെ ഞാൻ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ അഴിമതി നടത്തിയാൽ അത് ഷിർക്കാണ്. അതോ ആ വിശ്വാസമില്ലാതെയാണ് കൈക്കൂലി വാങ്ങുന്നതെങ്കിൽ പലിശ വാങ്ങുന്നതിന് ഹറാമിയാവുകയുള്ളൂ. ഒരാൾ ശവം തിന്നുന്നു, സാധാരണഗതിയിൽ അത് ഹറാമാണ്. പക്ഷേ ഞാൻ എന്ത് തിന്നരുതെന്ന് തീരുമാനിക്കാൻ അധികാരാവകാശം എനിക്കുണ്ട് എന്നൊരാൾ വിശ്വസിച്ചുകൊണ്ട് അയാൾ ശവം തിന്നാൽ അത് ഷിർക്കായി മാറുന്നു. ഇക്കാര്യം നമുക്ക് ഒന്നുകൂടി വിശദീകരിക്കാം. ഒരു ചുമരിൽ ഒരു പാമ്പിൻ്റെ ചിത്രം വരയ്ക്കുന്നത് ഷിർക്കാണോ? ഒരു കലാകാരൻ പാമ്പിൻ്റെ ചിത്രം വരയ്ക്കുന്നത് ഷിർക്കാണോ? അതൊരു കലാകാരൻ്റെ ചിത്രം വരെ മാത്രമേ ആവുകയുള്ളൂ. അതേസമയം നാഗദേവതയെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, നാഗദേവതയെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്, നാഗദേവത എന്ന് കരുതിക്കൊണ്ടാണ് ആ ചിത്രം വരക്കുന്നതെങ്കിലോ അത് ഷിർക്കായി മാറും. സംഭവിക്കുന്നത് രണ്ടും പ്രത്യക്ഷത്തിൽ ഒന്നാണ്, പാമ്പിൻ്റെ ചിത്രമാണ് വരക്കുന്നത്. പക്ഷെ ഒരാൾ നാഗദേവതയുടെ ചിത്രമാണ് വരക്കുന്നത്, മറ്റൊരാൾ ഒരു കലാകാരൻ്റെ പാമ്പിൻ്റെ ചിത്രമാണ് വരക്കുന്നത്. നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തൊരു കല്ല് കുഴിച്ചിടുന്നു, അത് ഷിർക്കാണോ? ഒരിക്കലുമല്ല. അതേസമയം അതൊരു പൂജാവസ്തുവായ പ്രതിമയോ പ്രതിഷ്ഠയോ ആണെങ്കിലോ അത് ഷിർക്കല്ലേ? ഷിർക്കാണ്. അപ്രകാരം തന്നെയാണ് സാമ്പത്തികമായ ഇടപാടിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യൽ സാധാരണഗതിയിൽ ഹറാമാണ്. അതേസമയം സമ്പത്തിൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ കാര്യമാണ്, അവിടെ മതം ഇടപെടുന്നില്ല, എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ഷിർക്കുമാണ് എന്നർത്ഥം. ഇവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് അറിയുന്ന ഏതോ ആൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ്. എന്നിട്ട് പോലും ജമാഅത്ത് വിമർശകർ എഴുതുന്നു പിശാച്ചിനെ അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്താലും കാഫിറാവും എന്ന ജമാഅത്തുകാരുടെ വാദം അനിസ്ലാമികമാണ്. ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ വാദയില്ല. സെൽസബിലിൽ പുസ്തകം 8 ലക്കം 2 പേജ് 35 എഴുതിയത്. പിശാച്ചിനെ അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്താലും കാഫിറാവുമെന്ന് ജമാഅത്തുകാരുടെ വാദം അനിസ്ലാമികമാണ്. ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് അങ്ങനെ വാദമില്ല. അള്ളാഹുവിനെ ബോധപൂർവം ധിക്കരിച്ചുകൊണ്ട് പിശാച്ചിനെ അനുസരിക്കുമ്പോഴാണ് ഷിർക്കായി മാറുക. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരായി മറ്റു വല്ലവരുടെയും കൽപ്പന അനുസരിച്ചാൽ കാഫിറും മുശ്രിക്കുമാണെന്നാണ് ജമാഅത്ത് ഇസ്ലാമി പറയുന്നത്. അപ്പോൾ എന്തൊരു പാപം ചെയ്താലും കാഫിറായി. എന്തുകൊണ്ടെന്നാൽ അവർ പിശാച്ചിനനുസരിച്ചല്ലോ. അപ്പോൾ അവരുടെ പക്കൽ കുഫറും ഷിർക്കിനും താഴെ പാപം എന്നൊന്നില്ല, എല്ലാ പാപവും ഷിർക്ക് തന്നെ.
യഥാർത്ഥത്തിൽ ഇത് അവ്വിധമല്ല എന്ന കാര്യം ഇപ്പോൾ ഞാൻ വിശദീകരിക്കുകയുണ്ടായി. എപ്പോഴാണ് പലിശ വാങ്ങുന്നത്, ശവം തിന്നുന്നത്, കൈക്കൂലി വാങ്ങുന്നത് ഹറാമാവുകയെന്നും എപ്പോഴാണ് ഷിർക്കാവുക എന്ന കാര്യവും ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇക്കാര്യം യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി രൂപം കൊള്ളുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമാക്കിയിട്ടുണ്ട്. ഫൈദാ ജാഅക ശഖ്സും, നിന്റെ അടുത്തൊരാൾ വന്നു, യഅ്മുറുക, അയാൾ നിന്നോട് കൽപ്പിക്കുന്നു, ബിശൈഇൻ, ഒരു കാര്യം കൽപ്പിക്കുന്നു, ഫൻദുർ, എങ്കിൽ നീ നോക്കണം, ഇൻ കാന ദാലിക മുവാഫിഖൻ ലി അംരില്ലാഹ്, അത് അല്ലാഹുവിൻ്റെ കൽപ്പനക്ക് അനുയോജ്യമാണോ, യോജിച്ചതാണോ എന്ന് നോക്കണം. അവലൈസ, അല്ലയോ എന്ന് നോക്കണം. അവലൈസ മുവാഫിഖൻ, അത് യോജിച്ചതല്ലയോ എന്ന് നീ നോക്കണം. ഫഇൻ ലം യകും മുവാഫിഖൻ ഫദാലിക ശഖ്സു മഅ ശൈത്താൻ, അത് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് യോജിച്ചതല്ല എങ്കിൽ ആ മനുഷ്യൻ്റെ കൂടെ ഒരു പിശാച്ചുണ്ട്. ആ യഅ്മുറുക, പിശാച്ചാണ് നിന്നോട് കൽപ്പിക്കുന്നത്, ബിമാ യഅ്മുറുക ബിഹി, ആ മനുഷ്യൻ നടത്തുന്ന കൽപ്പന പിശാച്ചിൻ്റെ കൽപ്പനയാണ്. ഫൈൻ അതഅതഹു, ആ ഘട്ടത്തിൽ നീ ആ മനുഷ്യൻ അനുസരിച്ചാൽ ഫഖദ് അബത്ത ശൈത്താൻ, നീ പിശാച്ചിന് ഇബാദത്ത് ചെയ്തവനായി മാറി. ഇതാരാ പറയുന്നത്? സയ്യിദ് മൗദൂദി അല്ല, ഇമാം റാസിയാ പറയുന്നത്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി എന്താ പറഞ്ഞത്? ഒരു മനുഷ്യൻ നിന്നോടൊരു കാര്യം കൽപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരായ കൽപ്പനയാണ്. ആ കൽപ്പന അള്ളാഹു ധിക്കരിച്ചുകൊണ്ട് നീ അയാളെ അനുസരിച്ച് കഴിഞ്ഞാൽ അത് അയാൾക്കുള്ള ഇബാദത്താണ്. അതാ പിശാച്ചാണ് അയാളോട് ഇത് കൽപ്പിക്കുന്നത് എന്നതുകൊണ്ട് പിശാച്ചുള്ള ഇബാദത്താണ് എന്നാണ് അവിടെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. തീർന്നില്ല. വൈനഹു ദാത്തക, അയാൾ നിന്നെ ക്ഷണിച്ചു. ഇനി വേറൊരു ഘട്ടം പറയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ദാത്തക നഫ്സുക ഇലാ ഫിഅലിൻ, നിന്റെ ഇച്ഛ, നിന്റെ നഫ്സ് നിന്നെ ഒരു കർമ്മത്തിലേക്ക് ക്ഷണിച്ചു എങ്കിൽ ഫൻദുർ, നീ നോക്കണം, അഹുവ മഅ്ദുനു ഫിഹി മിൻ ജിഹത്തി ശറഈ, ശറഈന്റെ ഭാഗത്ത് അത് അനുവദിക്കപ്പെട്ടതാണോ അല്ലേ എന്ന് നീ പരിശോധിക്കണം. അങ്ങനെ കദാലിക, അത് അനുവദിക്കപ്പെട്ടതാണോ അല്ലേ എന്ന് നീ പരിശോധിക്കണം. ഫഇല്ലൻ യകും മഅ്ദൂനൻ, അത് അനുവദിക്കപ്പെട്ടതല്ല എങ്കിൽ, ഫീഹി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്തിൽ അനുവദിക്കപ്പെട്ടതല്ല എങ്കിൽ, ഫഇല്ലൻ യകും മഅ്ദൂനൻ ഫീഹി ഫനഫ്സുക ഹിയ ശൈത്താൻ, അപ്പോൾ നിന്റെ ദേഹേച്ഛയാണ് പിശാച്ച്. ഔ മഹാ ശൈത്താൻ, അല്ലെങ്കിൽ നിന്റെ ദേഹേച്ഛയുടെ കൂടെ ഒരു പിശാച്ചുണ്ട്. യദൂക, അതാണ് നിന്നെ ക്ഷണിക്കുന്നത്. ഫൈനിത്തബഅതഹു, നീ അതിനെ പിന്തുടർന്നാൽ, നിന്റെ ദേഹേച്ഛയെ അപ്പോൾ പിന്തുടർന്നാൽ, ഫഖദ് അബത്തഹു, നീ അതിനെ ഇബാദത്ത് ചെയ്തവനായി. ഫഖദ് അബത്തഹു, അതിനെ ഇബാദത്ത് ചെയ്തവനായി. ഏതിനെ ഇബാദത്ത് ചെയ്തവനായി? പിശാച്ചിനെ ഇബാദത്ത് ചെയ്തവനായി, അല്ലെങ്കിൽ ദേഹേച്ഛയ്ക്ക് ഇബാദത്ത് ചെയ്തവനായി. അത്തഫ്സീറുൽ കബീർ ഭാഗം 7 പേജ് 104. എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ ഹറാമായ കാര്യം അള്ളാഹുവെ ധിക്കരിച്ചുകൊണ്ട്, അള്ളാഹുവേക്കാളെ പ്രാധാന്യം ഇത് ആരാണോ കൽപ്പിക്കുന്നവർക്ക് കൽപ്പിച്ചുകൊണ്ട് അവരനുസരിച്ചാൽ ഷിർക്കായി തീരുമെന്നാണ് ഇവിടെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അഥവാ ഇതൊരിക്കലും ജമാഅത്ത് ഇസ്ലാമി സ്വയം ഉണ്ടാക്കിയ ഒരു കാര്യമല്ല. ഇത് ഇவ்விதമുള്ളത് കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, അറൈത മനിത്തഖ ഇലാഹു, സ്വന്തം മിച്ചേ ഇലാഹാക്കിയവൻ നീ കണ്ടോ എന്ന് വിശുദ്ധ ഖുർആൻ പലയിടത്തും ചോദിക്കുവാനുള്ള കാരണവും ഇതുതന്നെയാണ്. അതാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ബോധപൂർവം ധിക്കരിച്ചുകൊണ്ട് അവനെക്കാളേറെ പ്രാധാന്യം മറ്റുള്ളവർ കൽപ്പിച്ചുകൊണ്ട് അവരനുസരിച്ചാൽ അതവർക്കുള്ള ഇബാദത്തായി മാറും, അതുവഴി ശിർക്കായി തീരും. അതല്ലാതെ സ്വാഭാവികമായി ചെയ്യുന്ന ഹറാമുകൾ ഹറാമായിരിക്കുകയും ചെയ്യും എന്നതാണ് വസ്തുത. ഇനി ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് വിമർശകരായ ആളുകൾ പലപ്പോഴും ഉന്നയിക്കാറുള്ള കാര്യം ആണല്ലോ ഇത്. അതിനെക്കുറിച്ച് അവർ തന്നെ പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ മനഃപൂർവ്വം ധിക്കരിച്ചുകൊണ്ട് അതിനെതിരായ ഗവൺമെൻറ് നിയമങ്ങൾ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുന്നവൻ കാഫിറാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ ഖുർആൻ അത് തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. സൽസബീൽ പുസ്തകം 4 ലക്കം 9 പേജ് 23. അപ്പോൾ ഒരു കാര്യം ഏതായിരുന്നാലും സംഭവിച്ചു, ഷിർക്കാവുമോ ഇല്ലേ എന്നതിലാണ് ഉമർ മൗലവി സാഹിബിന് തർക്കം. പക്ഷേ കാഫിറാവുമെന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ നിയമങ്ങളെ മനഃപൂർവ്വം ധിക്കരിച്ചുകൊണ്ട് അതിനെതിരായ ഗവൺമെൻറ് നിയമങ്ങൾ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുന്നവൻ കാഫിറാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ ഖുർആൻ അത് തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. സൽസബീൽ പുസ്തകം 4 ലക്കം 9 പേജ് 23. ഇതാണ് ഇത് സംബന്ധമായുള്ള നിലപാടെന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത എന്ന കാര്യം എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് സഹോദരന്മാർ മനസ്സിലാക്കണം. ഇബാദത്ത് എന്ന പദത്തിന് പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞ, പ്രവാചകൻ സ്വലസം പഠിപ്പിച്ച, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച അതേ ആശയമാണ് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞത്. അപ്പോൾ അതിനെ എതിർക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ന്യായവാദമാണ് ഇവിടെ തകർന്നടിഞ്ഞത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് മുജാഹിദ് സഹോദരന്മാരുടെ മറ്റൊരു വാദമാണ്. അഥവാ അഭൗതികത കൽപ്പിച്ചാൽ മാത്രമേ ഇബാദത്താവുകയുള്ളൂ എന്നതാണ് അവരുടെ മറ്റൊരു വാദം.
അത് സംബന്ധമായുള്ള കാര്യവും കൂടി നാം പരിശോധിക്കേണ്ടതുണ്ട്. അവർ പറയുന്നു അഭൗതികമായ അഥവാ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ള അഭൗതികമായ ഗുണമോ